ഡോക്ടർ മോഹൻ വർഗീസ് ഉദ്ദേശിച്ചതുപോലെയുള്ളൊരു വലിയ മേൽക്കൈ അതല്ലെങ്കിൽ വലിയ തോതിൽ BJP അനുകൂല വികാരം ഹിന്ദി ബെൽറ്റിൽ പ്രകടമല്ല ഉപരിതലത്തിലെങ്കിലും എന്നുള്ളത് BJPയെ കുറച്ച് ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്ട്രാറ്റജി വിജയിക്കാതിരിക്കാൻ സമാജ്വാദി പാർട്ടിയുടെ EBC മറ്റ് OBC യാദവ് ഇതര OBC കാർഡൊക്കെ പറഞ്ഞല്ലോ. നോക്കൂ, ഇപ്പോൾ 19% മുസ്ലിങ്ങളുള്ള ഉത്തർപ്രദേശിൽ ഇത്തവണ 4 പേർക്ക് ഇതുവരെ സമാജ്വാദി പാർട്ടി 4 മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുള്ളൂ. അതേസമയം BSP 20 സീറ്റിൽ മുസ്ലിങ്ങളെയാണ് നിർത്തിയിരിക്കുന്നത്. അതും ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ട് അട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ അസംഗഡിലടക്കം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അവർക്ക് ജയിക്കുക എന്നുള്ളതിനപ്പുറത്ത് സമാജ്വാദി പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടേണ്ട ഒരു 3.5 ലക്ഷം വോട്ടുകൾ അവിടെ പിടിച്ചാൽ തന്നെയും അവിടെ റിസൾട്ട് വേറെ ഒന്നാകാം. അങ്ങനെയാണെങ്കിൽ BJP ഉദ്ദേശിക്കുന്ന 75+ ഉത്തർപ്രദേശിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ എത്രയൊക്കെ എഞ്ചിനീയറിംഗ് നടത്തിയാലും വോട്ട് കട്ടർമാർ വോട്ട് സ്പ്ലിറ്റർമാരൊക്കെ വളരെ സജീവമായി നിൽക്കുമ്പോൾ ഉത്തർപ്രദേശ് പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും ഈ സമാജ്വാദി പാർട്ടി ഉദ്ദേശിക്കുന്നത് പോലെയുള്ള മാറ്റമൊക്കെ നടക്കുമോ? സമാജ്വാദി പാർട്ടി വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതും ബഹുജൻ സമാജ് പാർട്ടി ഏറെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നതും കഴിഞ്ഞ ഏതാണ്ട് 1-2 വർഷമായി സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. സമാജ്വാദി പാർട്ടിയുടെ അടിസ്ഥാന പിൻബലം MY കോമ്പിനേഷനാണ്, മുസ്ലിം യാദവ് കോമ്പിനേഷനാണ്. അതാണ് എപ്പോഴും ഒരു ജാതിയെ മാറ്റി നിർത്തി ഉത്തർപ്രദേശിലെയോ ബീഹാറിലെയോ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാനേ ആവില്ല. വികസന വിഷയങ്ങളൊക്കെ ഉണ്ട്, സാധാരണ ജനം പുതിയ തലമുറയൊക്കെ അതിൽ ആകൃഷ്ടരായി വോട്ട് ചെയ്യുന്നവരുണ്ടാവാം. മോദി പ്രഭാവമുണ്ട്, തീർച്ചയായും രാമക്ഷേത്രത്തിൻ്റെ പ്രഭാവമുണ്ട്. പക്ഷേ ജാതി ആത്യന്തികമായി ഒരു പരിഗണനാ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ദളിത് വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനായി വലിയൊരു നമ്പർ ദളിത് സ്ഥാനാർത്ഥികളെയാണ് സമാജ്വാദി പാർട്ടി ഫീൽഡ് ചെയ്തിരിക്കുന്നത്. ബഹുജൻ സമാജ് പാർട്ടിയുടെ ഒരു ഫിക്സ്ഡ് വോട്ട് ബാങ്കാണ്. 20% വരുന്ന ദളിത് ട്രൈബൽ പോപ്പുലേഷൻ്റെ ഏതാണ്ട് പൂർണ്ണ പിന്തുണയും അവകാശപ്പെട്ടിരുന്ന ഒരു പാർട്ടിയാണ്. 25% ഫിക്സ്ഡ് വോട്ട് ബാങ്ക് എന്നാണ് അവർ പറഞ്ഞിരുന്നത് മുൻകാലങ്ങളിൽ. പക്ഷേ ദളിത് വോട്ടുകൾ പലതായി ചിതറുന്ന ഒരു കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ കാണുന്നത്. അതുകൊണ്ട് മായാവതിയുടെ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 10 സീറ്റാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് 62 സീറ്റ് കിട്ടിയപ്പോൾ അത് രണ്ടാമത് വന്ന കക്ഷി സമാജ്വാദി പാർട്ടിയല്ല, വലിയ കക്ഷി സമാജ്വാദി പാർട്ടിയാണ്. സഖ്യമാണ്. അവിടെ BSPക്കാണ് നേട്ടമുണ്ടായത്. അവിടെ കോൺഗ്രസ് ഏക സീറ്റിലേക്ക് ഒതുങ്ങി. റായ്ബറേലി സീറ്റിലേക്ക് സോണിയാഗാന്ധി, അത് തന്നെ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം 1.25 ലക്ഷമായി കുറയുകയുണ്ടായി. ഇവിടെ BSPയുടെ പതനം ആരെ സഹായിക്കും എന്നതാണ് ചോദ്യം. ഇപ്പോൾ ഉത്തർപ്രദേശ് വളരെ സങ്കീർണമായ സിറ്റുവേഷനിലേക്കാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ തേരോട്ടമെന്നൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 62 63 നിലനിർത്താൻ കഴിഞ്ഞാൽ അത് ഭാഗ്യമെന്ന് കാണണം. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം, അഭിലാഷ് എന്നോട് ചോദിച്ച ചോദ്യം, ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് ഈ വോട്ട് കട്ടേഴ്സ് അല്ലെങ്കിൽ വോട്ട് സ്പ്ലിറ്റേഴ്സിൻ്റെ ഇത് അസദുദ്ദീൻ ഉവൈസിയുടെ MIM ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ BSP മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഈ വോട്ടുകളെല്ലാം ഇന്ത്യ മുന്നണിയിലേക്ക് സ്വാംശീകരിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു എഡ്ജ് ഉണ്ടാകും. പക്ഷേ അതുണ്ടാവില്ല. ചെറിയ തോതിലെങ്കിലും ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഈ അമേധി റായ്ബറേലി മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ അട്ടിമറിക്കാൻ തക്ക ഒരു പാർട്ടിയാണ്. 1 ലക്ഷം വോട്ട് മതി. പക്ഷേ ആ 1 ലക്ഷം വോട്ടെന്ന് പറയുന്നത് അല്ല എങ്കിൽ കോൺഗ്രസ് ലഭിക്കാവുന്ന വോട്ടുകളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഉത്തർപ്രദേശിലെ സ്ഥിതിഗതികൾ സമാജ്വാദി പാർട്ടിക്ക് ഒരു മേൽക്കൈ ലഭിക്കാം ചില മണ്ഡലങ്ങളിലെങ്കിൽ. അതുകൊണ്ടാണ് ഒരു സിംബോളിക്കായി ആകെ 5 യാദവ കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്തിട്ടുള്ളൂ. യാദവ് പാർട്ടിയാണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് യാദവരുടെ രോക്ഷം തണുപ്പിക്കാൻ വേണ്ടി യാദവ് നേതാവായ മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവ്, അദ്ദേഹം കനൌജിൽ സ്ഥാനാർത്ഥിയാണ്. ഡിംപിൾ യാദവ് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ മുലായം സിംഗിൻ്റെ തട്ടകമായ മെയിൻപുരിയിൽ സ്ഥാനാർത്ഥിയാണ്. അപ്പം ഇതൊരു ചില പ്രകടമായ മുഖങ്ങളാണ്, സിംബോളിക് മൂവാണ്. അതേ സിംബോളിക് മൂവ് തന്നെയാണ് കോൺഗ്രസിൽ നിന്നും സമാജ്വാദി പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അത് നൽകാനാവുന്നില്ല എന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് 2 പക്ഷത്തും നടക്കുന്നു. രാമക്ഷേത്രത്തിൻ്റെ ബേസിസിൽ ഈ ഹിന്ദു ഗ്രൂപ്പുകളെ എല്ലാം തന്നെ ഫോർവേഡ് ബാക്ക്വേർഡ് വ്യത്യാസമില്ലാതെ തന്നെ ദളിത് വിഭാഗത്തെ ഉൾപ്പെടെ ഒരു ബാൻഡ് വാഗണിൽ കൊണ്ടുപോകാം എന്ന പ്രതീക്ഷ ജനുവരി മാസം ഉണ്ടായിരുന്നു. ജനുവരി മാസം 22-ാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. അതിനുശേഷമാണ് ഏറ്റവും അധികം കോൺഫിഡൻസ് BJP പറഞ്ഞ. അതിനുശേഷമാണ് നരേന്ദ്രമോദി 400 പാർ എന്ന് പറയും 400-ലധികം സീറ്റ് NDAക്ക് ലഭിക്കും, BJPക്ക് ഒറ്റയ്ക്ക് 370 സീറ്റിലധികം ലഭിക്കും എന്ന് പറയുന്നിടത്തു നിന്നും അടുത്ത മാസം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആയപ്പോൾ, ഏപ്രിൽ ആദ്യഘട്ടം 26-ാം തീയതി ആയപ്പോൾ, 2ാം ഘട്ടം കൂടെ കഴിയുമ്പോൾ
കുത്തന വോട്ടുകൾ കുറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആരാണ് ഈ നിഷ്പക്ഷ വോട്ടർമാർ? ഈ നിഷ്പക്ഷ വോട്ടർമാർ എന്ന് പറയുന്ന ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റിൽ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. ഏറ്റവും അധികം കൊട്ടിഘോഷിച്ച് ബാൻഡ് വാഗൺ ഇഫക്റ്റ് കൊണ്ടുവരുന്നത് BJP തന്നെയാണ്. പ്രചരണത്തിൽ എല്ലായിടത്തും ലൈവ്ലിഹുഡ് ഇഷ്യൂസ് കൂടി വിഷയമാവുന്നു. ഹേമമാലിനിയുടെ റാലിയിൽ പങ്കെടുക്കാൻ വന്നവർ പോലും ഇതാ ഇവിടെയൊക്കെ പ്രശ്നമാണ്, ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം അവിടെ പോയി മത്സരിക്കണോ വേണ്ടയോ. ബെഞ്ചമിൻ നെതന്യാഹുവും പിന്നെ ഈ ജോ ബൈഡനും ഒക്കെ ചർച്ച നടത്തുന്നത് മാതിരിയാണ് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തുന്നത്. രണ്ടും സ്വന്തം പാർട്ടിയുടെ നേതാക്കളാണെന്ന് ഓർക്കണം. അവിടെയാണ് ഇക്കാര്യത്തിലൊക്കെ തമാശ തോന്നുന്നത്.